ഹലോ, എല്ലാവരും ഓണത്തിരക്കിലാവൂലേ? കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാനും കുറേ ദിവസമായിട്ട് വ്ളോഗ്സും വീഡിയോസും ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഞാനും ചെറിയ ഓണത്തിരക്കിലായിരുന്നു, ഓരോരോ ഓണപ്പരിപാടിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു മോളുടെ ഡാൻസ് ക്ലാസ്സിൽ ഒരു ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയ ചെറിയൊരു വിശേഷങ്ങൾ, വലുതായിട്ടൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ചെറിയ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി. അതാണ് ഇന്നത്തെ വ്ളോഗിൽ. ഇത് ആണ് മോളുടെ ഡാൻസ് മാസ്റ്റർ ശോഭിത് മാഷ്, രാമനാട്ടുകര ഗുരുദേവപ്രിയ ഡാൻസ് അക്കാഡമിയിലാണ് മോള് പഠിക്കുന്നത്. അപ്പം മാഷിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഡാൻസ് ക്ലാസ്സിലെ കുറച്ച് വിശേഷങ്ങൾ, ഓണപ്പരിപാടിയുടെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കുക. അപ്പോൾ ഇതാ മാവേലി വരുന്നതോടനുബന്ധിച്ച് കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോളൊക്കെ അവിടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മാവേലി. അപ്പോൾ മാവേലി വന്ന് ഞങ്ങളെല്ലാവരും കൂടെ മാവേലിയെ സ്വീകരിച്ച് രാവിലെ ഒരു 10 മണിയോട് കൂടി ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷത മാവേലിയൊക്കെ സ്വീകരിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ മക്കൾ പൂവൊക്കെ വിതരുത മുന്നിൽ നിൽക്കുന്ന കുഞ്ഞാഫ്സാരി കെട്ടിട്ടിൻ്റെ മോളൊക്കെ മാവേലിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാവേലിനെയൊക്കെ സ്വീകരിച്ച് അത് വെച്ച് അപ്പോൾ അവിടെ 100ഓളം കുട്ടികൾ അവിടെ ഗുരുദേവപ്രിയയിൽ പഠിക്കുന്നുണ്ട്. അപ്പം കുട്ടികളും കുട്ടികളുടെ അമ്മമാരും അതേപോലെ കുറച്ച് അച്ഛന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമായിട്ടാണ് ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതാ കുട്ടികളൊക്കെ നല്ല ട്രഡീഷണൽ വേഷത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ വലിയ പൂക്കളൊക്കെ നേരത്തെ വന്നിട്ട് കുട്ടികളും കുറച്ച് രക്ഷിതാക്കളും കൂടെ വലിയ പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിർത്തി കുട്ടികളെയൊക്കെ നിർത്തി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ മാവേലീൻ്റെ കൂടെ കുറേ ഫോട്ടോസും എല്ലാം എടുത്തു. അത് നല്ല രസമായിരുന്നു. അതിൽ വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ മാവേലി ഞങ്ങളുടെ സ്വന്തം രാജി ചേച്ചിയായിരുന്നു മാവേലിയായിട്ട് വേഷം കെട്ടിയത്. അപ്പോൾ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹം, ഒരു മാവേലിനെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കണം എന്ന്. ഇതുവരെ അത് നടന്നിട്ടില്ല. ഇന്ന് ഏതായാലും അത് സാധിച്ചു. കാരണം മാവേലി ചേച്ചി ആയതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവർക്കും വലിയ സന്തോഷം. എല്ലാവരും മാവേലിനെ തോളിൽ കയറ്റിട്ടും കൂടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തു. അപ്പോൾ കുട്ടികൾക്കൊക്കെ മാവേലിനെ അടുത്ത് കാണുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിനി. അപ്പോൾ പിന്നെ ചേച്ചി വർത്താനം പറഞ്ഞപ്പോൾ ആ പേടിയൊക്കെ മാറി. പിന്നെ ഞങ്ങളെ സ്ഥിരം പരിപാടി ഫോട്ടോഷൂട്ട്, മാവേലീൻ്റെ കൂടെയും പൂക്കളത്തിൻ്റെ കൂടെയൊക്കെ കുറേ ഫോട്ടോസ് കുട്ടികളെ വെച്ചിട്ടും അതിനുള്ളൊരു സമയമായിരുന്നു. ഞങ്ങൾ തന്നെ പറഞ്ഞു എല്ലാവരോടും മാവേലീൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ളവരൊക്കെ ഫോട്ടോ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും മാവേലീൻ്റെ കൂടെ നിരന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മാവേലി കുറച്ച് ആശംസകളൊക്കെ പറഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് ശരിക്കും മാവേലിൻ്റെ കാര്യം മനസ്സിലായത്. പിന്നെ ഒരു വാവയ്ക്കുള്ള സമ്മാനദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അവൾ പേര് ഞാൻ മറന്നുപോയി. ആ കുട്ടിക്കുള്ളൊരു സമ്മാനദാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മ്യൂസിക് ചെയർ കുട്ടികൾക്കുള്ള കോമ്പറ്റീഷനൊക്കെ നടത്തി. അപ്പോൾ ഞാനാണ് വലിയ കാര്യത്തിൽ പരിപാടിയൊക്കെ ഹോസ്റ്റ് ചെയ്തത്. ഞാനും അതേപോലെ എൻ്റെ തന്നെ ഒരു കസിൻ സിസ്റ്റർ അവിടെ ഒരു പാരൻ്റാണ്. അപ്പോൾ അവളും ഉണ്ടായിരുന്നു. ഞങ്ങളാണ് പരിപാടിയൊക്കെ ഹോസ്റ്റ് ചെയ്തത്. അങ്ങനെ പിന്നെ കുട്ടികളുടെ കുറേ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ 2-3 സെറ്റായിട്ടാണ് ഞങ്ങൾ മ്യൂസിക് ചെയർ മത്സരങ്ങളൊക്കെ നടത്തിയത്. അങ്ങനെ ഫൈനൽ മത്സരത്തിൽ കുട്ടികൾക്ക് സമ്മാനം കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ അമ്മമാർക്കും അതേപോലെ പിന്നെ മ്യൂസിക് ചെയർ മത്സരം ഞങ്ങൾ അമ്മമാരതും നടത്തി കേട്ടോ. കാരണം കുറേ അമ്മമാരും ഉണ്ടല്ലോ കൂട്ടത്തിൽ. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർ മാത്രമല്ല കേട്ടോ, മാഷിൻ്റെ സ്റ്റുഡൻസും ഉണ്ട്. കുറേ അവിടെ പിന്നെ ലേഡീസ് ബാച്ചും ഉണ്ട്. അപ്പോൾ അതിലുള്ള ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. പാരൻസ് മാത്രമല്ല, രണ്ടും ഉണ്ട്. പിന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് തന്നെ അവിടെ സ്റ്റുഡൻസും ആണ്. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങളങ്ങനെ മ്യൂസിക് ചെയർ മത്സരമൊക്കെ നടത്തി. അങ്ങനെ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉള്ള ഞാൻ പെട്ടെന്ന് ഔട്ടായി പോകുമെന്ന് കരുതി ഞാൻ വിന്നറായി. മക്കളെ, എനിക്ക് സമ്മാനമൊക്കെ മാഷിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും ഫോട്ടോ സെഷൻ. ഈ ഫോട്ടോ എടുപ്പ് എത്ര എടുത്താലും നമുക്ക് മതിയാവാത്തൊരു സംഭവമാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഉറിയടി മത്സരം ഉണ്ടായിരുന്നു. ഭയങ്കര കോമഡി ആയിരുന്നു. ഉറിയടി മത്സരം എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും അതങ്ങനെ അത്ര എളുപ്പമല്ലല്ലോ. നാം കണ്ണ് കെട്ടിയിട്ട് ഉയർത്തി. അതിൻ്റെ മുന്നേ ഞങ്ങൾ ഈ സുന്ദരിക്ക് പൊട്ടുകുത്തുന്ന മത്സരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ വീഡിയോസ്, അതാ പറഞ്ഞ കുറേ വീഡിയോസ് എടുക്കാത്തതുണ്ട്. സുന്ദരിക്ക് പൊട്ടുകുത്തൽ കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നാമത് ഞാനിത് ഹോസ്റ്റ് ചെയ്യാൻ നിന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ആരെങ്കിലും എടുത്തു തരണ്ടേ. പിന്നെ എല്ലാവരും ഓരോ തിരക്കിലായതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ കുട്ടികളെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുപ്പിച്ചത്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, അവളെ മോളൊക്കെയാണ് വീഡിയോ എടുത്തു തന്നത്. അപ്പം അത്രയ്ക്ക് ഭംഗിയായിട്ടൊന്നും ഞങ്ങൾ ആ പരിപാടി കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ പോരായ്മ വീഡിയോയ്ക്ക് ഉണ്ട്. ചെറിയൊരു കുട്ടിയാണ് വീഡിയോ ഒക്കെ എടുത്തത്. അതിൻ്റെതായ പോരായ്മ വീഡിയോയ്ക്ക് ഉണ്ട്. എന്നാലും നല്ല നിമിഷങ്ങൾ പകർത്താനായി. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഭയങ്കര ഡാൻസും കൂത്തൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മക്കൾക്ക് ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് പറഞ്ഞാൽ ഫുള്ള് കവർ ചെയ്തിട്ടില്ല. ബിസ്ക്കറ്റ് കടിക്കലോ അങ്ങനെ എന്തൊക്കെയോ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുള്ള് ആദ്യം അമ്മമാർക്കൊക്കെ ഇറങ്ങാൻ കുറച്ച് ചെറിയൊരു മടി ഉണ്ടായിരുന്നെങ്കിലും മാഷും കുട്ടികളും
ആരംഭിച്ചു. കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. മോളെ എടുത്തിട്ട് മാഷ് ഡാൻസ് കളിക്കുന്നുണ്ട്. മോളാണ് ഇപ്പോൾ അവിടെ ഏറ്റവും ചെറിയ കുട്ടി മാഷ ക്ലാസ്സിൽ. അങ്ങനെ അവിടെ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അമ്മമാർ മടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. പാട്ട് കേട്ടപ്പോൾ ഏത് അമ്മമാരും തുള്ളിപ്പോകുന്നുള്ള അവസ്ഥയിലേക്കായി. പിന്നെ ഭയങ്കര അവിടുത്തെ ഫ്ലോറ് തകർക്കുന്ന പോലെയുള്ള പ്രകടനങ്ങളായിരുന്നു. അവിടുത്തെ സ്റ്റുഡൻസും പാരൻസും വലിയ ലേഡീസ് ബാച്ചിലുള്ളവരും എല്ലാവരും കൂടെ അവിടെ തകർത്ത് ആടുമായിരുന്നു. പിന്നെ മാഷിൻ്റെ ഡാൻസ് ക്ലാസ്സിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാഷ് ഭയങ്കര ഡൗൺ ടു എർത്താണ്. അതായത് കുട്ടികളോടൊക്കെ പെരുമാറുന്നത് അത്രയും നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. കുട്ടികളോടായാലും അവിടുത്തെ പാരൻസിനോടൊക്കെ നമ്മളോട് മാഷ് നല്ല റെസ്പെക്റ്റിലാണ് നമ്മളോടൊക്കെ സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് പൊതുവേ. കാരണം നമ്മൾ മാഷിന് റെസ്പെക്റ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മാഷ് നമ്മളെയാണ് കൂടുതൽ റെസ്പെക്റ്റോട് കൂടി നമ്മളോട് പെരുമാറും. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്വന്തപ്പെട്ട എവിടെയോ ഒരു നല്ലൊരു സ്ഥലത്ത് എത്തിക്കിടന്നൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അത് ഞങ്ങൾ ഈ ഓണപ്പരിപാടിയിലൂടെ എല്ലാവരും കൂടെ ഭയങ്കര തകർത്താടി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ സമ്മാനദാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാഷ് പിന്നെ അവിടെ വന്ന എല്ലാ കുട്ടികൾക്കും അന്ന് ഓണപ്പരിപാടിയിലുള്ള മത്സരത്തിൽ പിന്നെ സമ്മാനം കിട്ടാത്ത കുട്ടികൾക്ക് വിഷമമാവണ്ടെന്ന് കരുതിയിട്ട് എല്ലാവർക്കും മാഷിൻ്റെ വക ഒരു ഓണസമ്മാനമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ മക്കൾക്കൊക്കെ നല്ല സന്തോഷമായി. അല്ലെങ്കിൽ വിജയിച്ചവർ തന്നെ സമ്മാനം വാങ്ങുമ്പോൾ അതൊരു സങ്കടമാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഓണം കളറോണമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് സെറ്റാക്കി ഞങ്ങൾ പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പിന്നെ അതേപോലെ പായസത്തിൻ്റെ ഒന്നിൻ്റെ വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ഓരോരുത്തരെടുത്ത വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്ത് കിട്ടിയതാണ്. എന്തായാലും ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ ഇത്തവണത്തെ ഓണം. എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ നിങ്ങളും പല സ്ഥലങ്ങളിലും ഓണാഘോഷമൊക്കെ ഇതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും അവരുടെ അടിപൊളി വിശേഷങ്ങളൊക്കെ പറയുക. അപ്പം എല്ലാവർക്കും പിന്നെ നല്ലൊരു ഓണ ദിനങ്ങൾ കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.